ഈ കോൺഗ്രസ്സുകാരിൽ ഒരു പകർച്ചവ്യാധി പോലെ വരുന്നൊരു രോഗമാണ് ഈ നുണ പറച്ചിലെന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് എത്രയാ നുണ പറയിപ്പിക്കുന്നത്. 20-25 കോടി രൂപ മേടിച്ച് പോക്കലിട്ടിട്ട് BJP MP വിജയിപ്പിച്ചിട്ട് ആ MLA-മാർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ കരുത്തില്ലാതെ കെൽപ്പില്ലാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിന് സാരോപലസ് നൽകുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? കോൺഗ്രസ്സുകാർ പിന്നെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരളത്തില് എല്ലാവരും പറയുന്നുണ്ട് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് നുണ പറച്ചിലാണ്. ആണോ? അങ്ങനെയാണോ? നാപ്പെടുത്താലും നുണ മാത്രമേ. ഈ നുണയൊരു ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ അല്ലയാ? നിങ്ങൾ കേൾക്കുന്നില്ല കുറെ നുണ. ഒരു ദിവസം എന്താ പറയുക, ഒരു ഡസൻ നുണ ഒരാൾ പറയണം. ഇതൊരു സാംക്രമിക പകർച്ച വ്യാധിയായി മാറി. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന ഞാൻ നോക്കുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ നുണ പറയുന്നു, രാഹുൽ ഗാന്ധി നുണ പറയണു, പ്രിയങ്ക എല്ലാം നുണ പറച്ചില്ല. ഇവിടെ ഒന്ന് നുണ പറഞ്ഞിട്ട് നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ തിരിച്ച് അവിടെ എത്തി. അപ്പം രാജ്യസഭയിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, അപ്പം ഞാൻ മല്ലികാർജുൻ ഖാർഗെയോട് ചോദിച്ചു, അല്ല ഖാർഗെജി, ഇത്രയും ദൂരം പോയിട്ട് ഈ നുണ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അപ്പം മൂപ്പർ എന്നെ കൊണ്ട് പറയിപ്പിക്കണതാണ് പോലെ, ഞാൻ വല്ലതും പറഞ്ഞതാണോ? ഇവിടെ ആരൊക്കെ എഴുതി കൊടുത്തത് പുള്ളി കൊണ്ട് വായിപ്പിക്കുക. കേരളത്തിലും മിൽക്ക് ബൂത്ത് തുറക്കണത് പോലെ മദ്യഷാപ്പുകൾ തുറന്നു. അപ്പം ഞാനൊരു സാധനം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. കേരളത്തിലെല്ലാം കൂടി ബാറും മറ്റേ ബീവറേജും എല്ലാം കൂടി എത്ര 1000 അങ്ങനെയുള്ളൂ. മൂപ്പരുടെ കർണാടകയിൽ എത്രയാണെന്നറിയാം? 12,000. 12,000 ഷോപ്പുകൾ. എണ്ണമുണ്ടോ നിങ്ങളുടെ കയ്യില്? 12,000 വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു വെച്ചിട്ട് മല്ലികാർജുൻ ഖാർഗെ കേരളത്തിൽ വന്നിട്ട് ഉളുപ്പില്ലാതെ നമുക്കെതിരെ നുണ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ മൂപ്പരെ കുറ്റം പറഞ്ഞില്ല. എന്നെ കാരണം അറിയാം, ഈ കോൺഗ്രസ്സുകാരിൽ ഒരു പകർച്ചവ്യാധി പോലെ വരുന്നൊരു രോഗമാണ് ഈ നുണ പറച്ചിലെന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് എത്രയാ നുണ പറയിപ്പിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ നുണ പറച്ചിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ എന്തോ ഡീല്, നമ്മളെന്തോ BJP ആയിട്ട് അല്ലേ അങ്ങനെ എന്തോ നുണ പറയുന്നുണ്ടാ? എന്താണ്? കേക്ക് ഉറക്കപ്പറ. ഡീല്. ഈ കോൺഗ്രസും BJPയും RSSും തമ്മിലുള്ള ഒത്തുകളുടെ എത്രയോ ഏടുകൾ എന്റെ മനസ്സിലുണ്ട്. 1980-കൾ മുതൽ ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകനായി ദേശീയ രാഷ്ട്രീയത്തെ സൗഹൃദം അടുത്ത് നിരീക്ഷിച്ച ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവർ ഒത്തുകളിച്ച് ഈ ഇന്ത്യയെ ഒരു ഇരുണ്ട ഗർത്തത്തിലൂടെ നയിച്ചതിന്റെ എത്രയോ പശ്ചാത്തല ദൃശ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. നമ്മുടെ സാഹോദര്യത്തെക്കുറിച്ചും ഈ നാടിന്റെ പ്രത്യേകതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് എനിക്കെപ്പോഴും ഓർമ്മ വരും 1992 ഡിസംബർ 6-ന് നമ്മുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തിയെന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചതിന് സാക്ഷിയായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അന്ന് പുലർവേളയില് ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു അംബാസഡർ കാറിൽ തിങ്ങിയിരുന്ന് ഞങ്ങൾ ഏതാനും മാധ്യമ പ്രവർത്തകർ പുറപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ കൊണ്ടുപോയ നമ്മുടെ മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിന്റെ ആ ഒരു ആശയമുണ്ടല്ലോ, അതിന് പോറലേൽക്കുമെന്ന് ഞാൻ ഒരിക്കലും നനച്ചിരുന്നില്ല. നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഒത്താശയോടുകൂടി RSSന്റെ കാബാലികർ ബാബറി മസ്ജിദ് ധൂളികളായി അന്തരീക്ഷത്തിലേക്ക് വമിപ്പിച്ചപ്പോൾ ഇന്ത്യ ഇരുണ്ടു തുടങ്ങി എന്നുള്ള ആ സന്ദേശം എന്റെ മനസ്സിൽ കിട്ടില്ല. അന്ന് ഞാൻ എഴുതിയ വരികൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എത്രയോ ഒത്തുകളികള് ഈ കോൺഗ്രസും BJPയും കൂടെ നടത്തിയിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഒരു ചക്രവർത്തിയെ പോലെ വിരാജിക്കുന്നത്. പക്ഷെ ആ ഒത്തുകളിക്ക് ഇതുവരെ ഒരു അറുതി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. നാട്ടിൻപുറത്ത്, ഇവിടെ ഇതൊക്കെ നഗരത്തിന്റെ പ്രദേശങ്ങളാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ രാജേഷ്, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. മോഷ്ടാവ്, കള്ളൻ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞിട്ട്
അവൻ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെന്ത് ചെയ്യുന്നറിയോ? ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ മുമ്പിൽ അവൻ സ്ഥാനം പിടിക്കും. എന്നിട്ട് അവരാണ് കള്ളനെ പിടിക്കണം, കള്ളനെ പിടിക്കണം, കള്ളനെ പിടിക്കണം എന്നല്ലറും. പന്തൊക്കെ ഉണ്ടെങ്കിൽ ആ പന്ത് ഏറ്റവും ഉയർത്തിപ്പിടിക്കണവരാ. ശരിയാണോ സലീം ഭായി? ഈ പരിപാടി ഇവർ നടത്തുന്നത് എന്താ കാരണം? ഇവരുടെ മടിയിൽ കനമുണ്ട്. ഇവരുടെ കള്ളത്തരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ ഉള്ളൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ അമ്പേ പൊളിയും. കേരളത്തിൽ ഏതാനും ദിവസം മുമ്പ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഒരു പരസ്യം കൊടുത്തു. 10 വർഷം മുമ്പുള്ള കേരളം. കരണ്ടില്ല, ആശുപത്രിയിൽ മരുന്നില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. രാവിലെ പത്രം വായിച്ചവർ ഞെട്ടിപ്പോയി. ഇതെന്താണ്? നമ്മുടെ നാട് ഇതല്ലോ. ആ അമ്പരപ്പാട് യഥാർത്ഥത്തിൽ 10 വർഷം മുമ്പുള്ള കേരളവും ഇന്നത്തെ കേരളവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 10 വർഷം കൊണ്ട് കേരളം മാറിയതെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയും അവരുടെ മടിയിലെ ഈ കനം മറച്ചു വെക്കാൻ വേണ്ടിയും ഡീലെന്നുള്ള ഒരു അപസർപ്പക കഥയുമായിട്ട് അവർ രംഗത്തേക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഡീലുകളുടെ പരമ്പര. ഏതാനും ദിവസം മുമ്പ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നിരവധി സംസ്ഥാനങ്ങൾ. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര കോൺഗ്രസ് എംഎൽഎമാരോട് കൂറുമാറിയത് നോക്കട്ടെ, ഇവരോട് ചോദിക്കട്ടെ. സലിം ഇവർക്കെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലയോ? നോക്കട്ടെ, എത്ര കോൺഗ്രസ് എംഎൽഎമാരാ കൂറുമാറിയത്? 5. ചേച്ചി എത്രയാണ്? അതിലൂടെ ചേച്ചിക്ക് ഒരു കസേര കൊടുക്കാതിരിക്കുന്നത്. എത്ര പേറി? 10. ആരാ 10 പറഞ്ഞത്? എന്തോടെ പേര്? റഫീഖ് ഭായി 10 അല്ലേ? ഇനി ആർക്കെങ്കിലും ഉണ്ടാ? എത്ര? 11. എഴുന്നേറ്റേക്ക്, കൈ അടിക്ക്, സവാഷ്. 11. റഫീഖെ, നിങ്ങളെക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ. എന്താ പേര്? നൌഷാദെ. ഈ പൊതുയോഗം കഴിഞ്ഞ് നൌഷാദിന് നമ്മുടെ സലീം ഭായിയുടെ വക ഒരു സമ്മാനം ഉണ്ടാവും. കൊടുത്തേക്കണം കേട്ടോ. 11. ബീഹാറിലെ 3, ഒറീസയില് 3, 6, ഹരിയാനയിൽ 5. പക്ഷെ അവിടെ വേറൊന്നും കൂടിയുണ്ട്. ഹരിയാനയിൽ 5 പേര് കൂടാതെ വേറൊരു 4 പേര് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ട് തെറ്റായി വോട്ട് ചെയ്തു. അങ്ങനെ വരുവാണെങ്കിൽ 11, 4, 15 കണക്ക്. പക്ഷെ 11 എടുത്താൽ മതി. ഇപ്പൊ നൌഷാദ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതങ്ങ് എടുക്കാം. 4 പേര് തെറ്റായി വോട്ട് ചെയ്തു. 11 എംഎൽഎമാരെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടി ഇടതുപക്ഷത്തിന് സാരോപദേശം നൽകണമെങ്കിൽ ഇവർക്ക് ചെറിയ ഉളുപ്പാണോ നൌഷാദെ? ആണോ? ചില്ലറ എന്തെങ്കിലും ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ തോന്നും. 11 എംഎൽഎമാർ 20-25 കോടി രൂപ മേടിച്ച് പോക്കലിട്ടിട്ട് ബിജെപി എംപിയെ വിജയിപ്പിച്ചിട്ട് ആ എംഎൽഎമാർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ കരുത്തില്ലാതെ കെൽപ്പില്ലാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിന് സാരോപദേശം നൽകുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരെ ഇവർക്ക്.